അപ്പൊ എല്ലാം റെഡി ആണല്ലോ? ടൈപ്പ് ചെയ്തോളൂ. റെഡി 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 കമോൺ. ഇന്ന് നമുക്ക് ഡോളറുകളും ഇതല്ലേ, ഞാൻ ഒന്നുകൂടി കാണിക്കാം, റെക്കോർഡിംഗ് ഒന്നുകൂടി കാണിക്കാം. ഇതിന്റെ കയ്യിലിരിക്കുന്ന കാശ് ഇങ്ങനെ കാശ് എണ്ണുക. കാശ് എണ്ണിക്കൊണ്ട് ബാക്കിൽ മണി മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട്. ഡോളറിന്റെ കവറ്, ഇതിനകത്ത് ഡോളറ് റുപ്പീസ് എല്ലാം ഉണ്ട്. ബാക്കിലുണ്ടെന്നോ, ഞാനിവിടെ എണ്ണുമ്പോ ബാക്കിലും ഉണ്ടെന്നുണ്ട് അതേപോലെ. അപ്പൊ എല്ലാം റെഡി ആണല്ലോ? ഒന്ന് റെഡി ഹാപ്പി റെഡി വേണം. ഹാപ്പി റെഡി ആയിട്ട് തുടങ്ങാൻ നമുക്ക് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ മണിയുടെ പിറകെ ഒന്ന് പോയിട്ട്. ഇന്ന് കുറച്ച് ആവശ്യമുണ്ട്. അടുത്ത മാസം ജൂലൈയിൽ ഒരുപാട് ചെലവുണ്ട്. ജൂലൈ 4-ാം തീയതി എന്റെ വെഡിങ് ആനിവേഴ്സറി, ജൂലൈ 15-ാം തീയതി എനിക്ക് എന്റെ വീട് ഇനോഗ്രേഷൻ ഡേറ്റ്, ജൂലൈ 23-ാം തീയതി എന്റെ മകളുടെ ബർത്ത്ഡേ, ജൂലൈ 30-ാം തീയതി എന്റെ മകന്റെ ബർത്ത്ഡേ. അങ്ങനെ ജൂലൈ മൊത്തം ചെലവിന്റെ മാസം. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാശിന്റെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കളയാൻ കരുതി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങൾ തയ്യാറാണല്ലോ എല്ലാവരും മാനിഫെസ്റ്റേഷന്? യെസ്, ലൈറ്റ് കുറവുന്ന നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട്. യെസ് 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 യെസ്, റെഡിയാണ്, എല്ലാം റെഡിയാണ്. അപ്പൊ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, ആദ്യത്തെ ഒറ്റ ചോദ്യം, ഒരു ഉത്തരം. രണ്ട് ഉത്തരം ഇല്ല, ഒറ്റ ഉത്തരം, ഒരേ ചോദ്യം. ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണം? ജൂലൈ മാസം നമ്മൾ ഒരു 30-ാം തീയതി ഡേറ്റ് വെച്ചിട്ട് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കളയാം. ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ, അല്ലെ എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ വേണം? എഴുതി വെച്ചോളൂ, എല്ലാവരും എഴുതി വെച്ചോളൂ. ഇപ്പൊ എഴുതി വെച്ച് തുടങ്ങാം. യെസ്, അത് സംഭവിക്കട്ടെ എന്ന രീതിയിലാണ് നമുക്ക് ജൂലൈയിലേക്ക് മാത്രം നിൽക്കുന്നത്. ക്യാൻ എന്താ ഇപ്പൊ ക്യാമറ ഓണല്ലേ? എല്ലാം റെക്കോർഡിംഗ് ആണല്ലോ. എന്താ അക്ഷരത മനസ്സിലായില്ല? അക്ഷരലക്ഷ്മി എന്തോ പറഞ്ഞു. റൈറ്റ്, അപ്പോൾ റെഡിയാ? യെസ്, എല്ലാവരും എഴുതിക്കോളൂ, എല്ലാവരും എഴുതിക്ക് തുടങ്ങാം. ഞാൻ എന്റെ മറ്റേ ഫോണും തരും അവിടുന്ന്. പ്രിയതമേ, എന്റെ ഫോണിൽ എടുത്തു തരും, അപ്പുറത്ത് മറ്റേ ഫോൺ, ആ ഫോൺ എടുത്തിരുന്നു. ജൂലൈ മാസത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. ശാരീരികമായ മാറ്റം, ആരോഗ്യകരമായ മാറ്റമില്ലാതെ നമുക്ക് ഇതൊന്നും നേടാൻ പറ്റില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ, സാമ്പത്തികമായി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യപരമായി നിങ്ങൾ മാറുക തന്നെ വേണം. ആരോഗ്യകരമായ മാറ്റം ഉണ്ടാവണമെങ്കിൽ യോഗ, മെഡിറ്റേഷൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിന് മറക്കരുത്. നമ്മൾ യോഗയും മെഡിറ്റേഷനും ഇപ്പൊ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 2 നേരം നമ്മൾ ക്ലാസ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വലിയ യോഗ, വലിയ ശാരീരികമായിട്ട് അങ്ങനെ ഇതാക്കുന്ന യോഗയല്ല. കൃത്യമായി മാഡം, നമുക്ക് ടീച്ചർ വളരെ ലളിതമായിട്ടുള്ള യോഗയാണ് പഠിപ്പിച്ചു തരുന്നത്. വളരെ വളരെ സ്ലോലി കൊണ്ടുപോകാനുള്ള പരിപാടി. അതുകൊണ്ട് യോഗ ക്ലാസ്സിലും മെഡിറ്റേഷൻ ക്ലാസ്സിലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഒരു കാരണവശാലും ഉപേക്ഷ കാണിക്കരുത് അതിനകത്ത് കേട്ടോ. കാരണം ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ എനർജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനർജി ഉണ്ടായാൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ അതുപോലെ ചക്രയുടെ കാര്യം പറഞ്ഞത്. ഇപ്പൊ ചക്ര മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ റൂട്ട് ചക്ര, നമ്മളെ മൂലാധാര ചക്രയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യം. അത് കറക്റ്റ് ആവാതെ ഇന്നൊരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഞാനത് നിങ്ങളോട് ഒന്നുകൂടി പറയേണ്ടി വരുന്നുണ്ട്. പുള്ളി പറഞ്ഞത് വളരെ രസം. എനിക്ക് ആകെ പുള്ളി നമ്മുടെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്ത ശേഷം പറഞ്ഞതാണ്, അതുകൊണ്ട് വളരെ സന്തോഷമായി. പുള്ളി പറഞ്ഞത് വളരെ സത്യമായ സാധനം. സാറേ, എനിക്ക് ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനമുണ്ട്. 2 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഇന്ന് ഇവര് വരുമാനത്തിന് കുറവില്ല, എല്ലാ മാസവും അത്ര ശമ്പളം മേടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കടം മൂത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് 2 ലക്ഷം കിട്ടിയാൽ 1,70,000 രൂപയോളം കടം കൊടുക്കാനുള്ളവർക്ക് മാത്രം കൊടുത്തു തീർക്കാനുണ്ട്. ഞാൻ എന്ത് ചെയ്യും? എന്താണ് പുള്ളി കൃത്യമായി എന്റെ ഈ കാര്യം അഡ്മിനോട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അഡ്മിൻ അവർക്ക് കൃത്യമായി ഓക്കെ, നമ്മൾ ഈ സമയത്താണ് 7 ചക്ര മെഡിറ്റേഷൻ തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ചേർന്നോളൂ, ഇതിലാണ് നിങ്ങൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. കറക്റ്റ് സമയത്തിനെത്തി. ഇന്നലെയാണ് പുള്ളി ജോയിൻ ചെയ്തത്. ഇന്നലെ നമ്മൾ ചെയ്തത് മെഡിറ്റേഷൻ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയാണ് ചെയ്തത്. കറക്റ്റ് സമയത്തിൽ വരികയും ചെയ്തു.
ആ ആളുടെ ജീവിതം ഇന്നലെ മുതൽ രക്ഷപ്പെടാൻ തുടങ്ങുന്നു. കാരണം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത് റൂട്ട് ചക്രയിലാണ്, പക്ഷെ സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുന്നത് സ്വാധിഷ്ഠാന ചക്രയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും അറിയണം. കാശ് ഉണ്ടാക്കാൻ മാത്രമായ പോരാ, കാശ് നിലനിർത്താനും സാധിക്കണം. അപ്പോ ഇത് രണ്ടും വളരെ കൃത്യമായ കാര്യമാണ്. ഇതൊന്ന് മുമ്പോട്ട് ശ്രദ്ധിച്ചു പോകണം. അപ്പൊ ഇന്ന് നമ്മൾ മാനിഫെസ്റ്റേഷന്റെ മറ്റൊരു കാര്യം പഠിക്കാൻ പോവാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഗുഡ് ന്യൂസ് ഒക്കെ പറയേണ്ടത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം. കാരണം ഇന്ന് സൺഡേ ആണ്. അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ കൂടി ക്ലാസ് ഉണ്ട്. മെഡിറ്റേഷന്റെ എങ്ങനെയാവും എന്നുള്ളത് എനിക്ക് പിടിയില്ല. കാരണം രാവിലെ മുതലേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിഗ് ടിക്കറ്റ് ലോട്ടറി 55 crore ജൂലൈ 3 എടുത്തോളൂ, ധൈര്യപൂർവ്വം എടുത്തോളൂ. ബിഗ് ടിക്കറ്റ് അടിക്കട്ടെ, നിങ്ങൾക്കും അടിക്കട്ടെ, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് അടിക്കുന്നതിന്, നിങ്ങൾക്ക് അത് എടുക്കുന്നതിന് യാതൊരു ഉപേക്ഷയും പേടിക്കേണ്ട. വിലാസിനി എടുത്തോളൂ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാവണമെന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളും തത്വങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ നമ്മൾ പറയുന്നതല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതിനേക്ക് നമ്മൾ കൃത്യമായി, അല്ലെ, ഇന്നലെ ആശാമ വളരെ കൃത്യമായി എങ്ങനെയാണ് ഈ അഫർമേഷൻസ് വർക്ക് ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായി ഒരു ക്ലാസ് എടുത്തു തന്നിരുന്നു. കേൾക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി അത് കാണണം, കേൾക്കണം. വളരെ വിശദമായി, ഇവിടെ ലൈവ് എടുത്തതിനേക്കാളും വളരെ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കണം. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചില തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. കണ്ണടച്ചിരുന്നിട്ട് മനസ്സിൽ കാണുന്നതല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എന്ത് വേണം, എങ്ങനെ വേണം, എപ്പോൾ വേണം എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അതിന് തത്തുല്യമായ ഊർജം നമ്മളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ 1 ലിറ്റർ പാല് മേടിക്കാൻ പോകുമ്പോൾ 1 ലിറ്ററിൽ കൂടുതൽ കൊള്ളുന്ന കുടം തന്നെ, കപ്പും ബോട്ടിൽ തന്നെ കൊണ്ടുപോകണം. 1/2 ലിറ്റർ കൊള്ളുന്ന കപ്പും ബോട്ടിലും കൊണ്ടുപോയിട്ട് 1 ലിറ്റർ പാല് മേടിക്കാൻ പോയാൽ നടക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് 55 കോടി രൂപയുടെ ലോട്ടറി അടിക്കണമെങ്കിൽ 55 കോടി ഉൾക്കൊള്ളാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ കോടി അവിടെ അടിക്കും, നിങ്ങൾ ഇവിടെയും അടിക്കും എന്ന കാര്യം മറക്കാതിരിക്കണം. അതായത് ലോട്ടറി ആണ് അടിക്കുന്നതെങ്കിൽ, ഡ്രീം ലോട്ടറി ആണ് അടിക്കുന്നതെങ്കിൽ 10 ലക്ഷം രൂപയാണ് വേണ്ടെങ്കിൽ ഈ 10 ലക്ഷം ഉൾക്കൊള്ളാനുള്ള എനർജി നിങ്ങളിൽ വേണം. ഇതില്ലാതിരുന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് തരില്ല. ഇത് മാനിഫെസ്റ്റേഷന്റെ ഫണ്ടമെന്റൽ നിയമമാണ്, മറക്കാതിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായ്, ഇപ്പൊ ഒരാൾ ദുബായ് ഡ്രീം ലോട്ടറി കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ സുഹൃത്തിന് കഴിഞ്ഞ പ്രാവശ്യം ദുബായ് ഡ്രീം ലോട്ടറി അടിച്ചപ്പോൾ ഞങ്ങൾ അവനോട്, അവൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത് എടുക്കുന്നുമുണ്ട്, എപ്പോ ചോദിച്ചാലും അത് എനിക്കടിക്കും, എനിക്കതിനുള്ള എല്ലാ കഴിവും ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളായിരുന്നു. അവന് തന്നെ അത് അടിക്കുകയും ചെയ്തു. കാരണം അവൻ അടിച്ചപ്പോൾ ഒരു ഷോക്കും വന്നില്ല. അവൻ എനിക്ക് അടിച്ചടാ എന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റി. കാരണം അത്രയും മെന്റൽ പവർ ഉണ്ടായത് കൊണ്ടാണ്. നിങ്ങളിപ്പോ 25 കോടി എന്നൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഓക്കെ, നല്ലതാണ്, നിങ്ങൾക്ക് അത് ഇന്ന് ഉണ്ടാവട്ടെ. പക്ഷെ ഇതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ, മെന്റൽ പവർ നമുക്കുണ്ടോ, അല്ലെങ്കിൽ അബൻഡൻസ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടോ എന്നറിയണം. ഇല്ലാതിരുന്നാൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം. ഞാനൊന്ന് ലളിതമായി ഇന്നത്തെ ടെക്നിക്ക് മാത്രം പറഞ്ഞു പോകാം. കാരണം സംസാരിക്കുമ്പോൾ ചെറിയൊരു ചുമയുടെ വിഷയമുണ്ട്. അന്ന് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും വന്ന് ശരിയായിട്ടില്ല. നോക്കൂ, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വളരെ എമർജൻസി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുള്ള പണം വേണമെങ്കിൽ, ഏതെങ്കിലും ലക്ഷ്യമുള്ള പണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ ലക്ഷ്യമുള്ള, നിങ്ങളുടെ ആഗ്രഹമുള്ള ഒരു പണം എപ്പോൾ ലഭിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എപ്പോൾ വേണമെന്നൊക്കെ നിങ്ങൾക്ക് നാളെ വേണോ, അടുത്ത ആഴ്ച വേണോ, ജൂലൈ 30-ാം തീയതി വേണോ, ജൂലൈ 10-ാം തീയതി വേണോ, ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏത് സമയത്ത് വേണം എന്ന് തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ എഴുതേണ്ട ഒരു മാജിക്കൽ നമ്പറിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ മാജിക്കൽ നമ്പർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി ആ സമയമാകുമ്പോൾ ആ തുക വരും. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ,
ഈ 4 5 അക്ക നമ്പറുകൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഓരോ തലങ്ങളെയും കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് കൃത്യമായി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്കാണ്. അതിനകത്ത് നിങ്ങൾ ഏത് നമ്പർ എന്ത് എന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്താണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ അതൊന്നും ബോധാക്കണ്ട. നിങ്ങളിത് ഈ സംഭവം എഴുതിയിട്ട് ഒന്നിക്കിൽ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ പിറകിൽ സൂക്ഷിച്ചു വെക്കുക. ഏത് ദിവസമാണോ ആ ദിവസത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പണം അവിടെ ലഭിച്ചിരിക്കും. പണം എത്രയാണോ എന്നൊന്നും നിങ്ങളെ, പക്ഷെ ഒരു കാര്യമുണ്ട്, പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ. നിങ്ങൾക്ക് 1% പോലും അവിശ്വാസമുണ്ടെങ്കിൽ ഈ പണി വേണ്ട, നിങ്ങൾക്ക് വേറെ ടെക്നിക്ക് ഉപയോഗിക്കാം എന്ന് മാത്രം. ഏറ്റവും ലളിതമായ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. യാതൊരു തര കൂടുതൽ അപ്പൊ റെഡിയാണല്ലോ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്നുകൂടി റെഡി എന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. ഒന്നുകൂടി റെഡി എന്ന് ടൈപ്പ് ചെയ്തോളൂ. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ദയവ് ചെയ്ത് കാശ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടൂല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നല്ലൊരു ഹെൽപ്പ് അല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ചെയ്യാത്തവരെ ഒന്ന് കുത്തിയേക്കാണ് ഇവിടെ. ഈ സജീവനെ പോലെ ആവരുത്. ഒരു ദിവസം കുത്തും, പിറ്റേ ദിവസം വീണ്ടും കുത്തും, അപ്പൊ സബ്സ്ക്രിപ്ഷൻ പോകും കേട്ടോ, അത് മറക്കരുത്. രണ്ടാമത് വീണ്ടും കുത്തരുത്, ഒറ്റ കുത്തരി കൊണ്ട് രണ്ടാമത് കുത്തി കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ പോയി കളയും, അൺസബ്സ്ക്രൈബ് ആവും. അങ്ങനെ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. നഷ്ടപ്പെട്ട ആളെ ലിസ്റ്റ് എല്ലാം എൻ്റെ ഉണ്ട് കേട്ടോ. യൂട്യൂബ് എല്ലാം കൃത്യമായി തരും, ആരൊക്കെയാണ് ഡബിൾ കുത്തിയെന്നൊക്കെ ലിസ്റ്റൊക്കെ യൂട്യൂബ് തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്നൊരാളെ വിളിച്ചിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സന്തോഷായി. പുള്ളി മെസ്സേജ് അയച്ചിട്ട് പറയാം, നിങ്ങൾ കുറെ ക്ലാസ് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാത്തിലും കാശ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കാശ് ഇല്ലാത്തൊരു കോഴ്സിനെ പറ്റി പറ. അത് കാശ് തരാതെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിനെ പറ്റി പറ, എനിക്ക് ഫ്രീ ആയിട്ട് വേണം, എന്റെ പ്രധാന പ്രശ്നം കാശാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു. അതായത് പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ്, നിങ്ങൾ കാശ് മേടിക്കാതെ നൽകുന്ന ഒരു കോഴ്സിന്റെ പേര് പറഞ്ഞോ, എനിക്ക് അതിൽ ജോയിൻ ചെയ്യണം, എന്നിട്ട് എനിക്ക് കാശ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ മൊത്തം കാശിന് വേണ്ടി മാത്രമാണല്ലോ ഈ കോഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഞാനിരുന്ന് ആലോചിച്ചു, ഈ ദിവസം ഞാൻ ഇവിടെ പൈസ തന്നവർക്ക് കൊടുക്കുന്ന കോഴ്സ് വളരെ കുറച്ചും ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാശുമാണ് എല്ലാ ദിവസവും ഉള്ളത്. ഇപ്പൊ ഈ നടക്കുന്ന കാഴ്ച പേടില്ലാതെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. പക്ഷെ പുള്ളി പറയുന്നത് ഇതെല്ലാം പെയ്ഡ് ക്ലാസ് ആണ്, അതുകൊണ്ട് എനിക്ക് കാശ് തരാത്തൊരു ക്ലാസ് വേണം, എന്നിട്ട് അവർ കാശ് ഉണ്ടാക്കാനാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോ ഇതിനകത്ത് എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ ശരിക്കും പറഞ്ഞ നിങ്ങള് എനിക്ക് കാശ് തന്ന് പേയ്മെന്റ് ചെയ്തിട്ട് ക്ലാസ് വരുന്നവർ പാവങ്ങളാണ്. അവർക്ക് ഇത്രയും ക്ലാസ് ഒന്നും കൊടുക്കുന്നില്ല, എല്ലാം കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാ പിന്നെ ഒരു കാര്യം, എല്ലാ ക്ലാസ്സും ഇനി പെയ്ഡ് ആക്കി കളയാം, ഫ്രീ വേണ്ട വേണ്ടെന്ന് വിചാരിച്ചു. ആൾക്കാർ ഇങ്ങനെയും പറയുന്നവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഭയങ്കര ദേഷ്യത്തിലാണ് പറഞ്ഞത്. സന്തോഷം, ഞാൻ കണ്ടപ്പോ എനിക്കൊന്നും കുഴപ്പമില്ല, സാരമില്ല, ഇരിക്കട്ടെ. ഓക്കെ, റെഡിയാണല്ലോ അല്ലെ? അപ്പൊ റെഡിയാണ്, എഴുതിക്കോളൂ. നിങ്ങൾക്ക് ഒരു പച്ച പെന്ന് വേണം, ഒരു കഷ്ണം പേപ്പർ, ഒരു പീസ് പേപ്പർ വേണം നിങ്ങളുടെ കയ്യിൽ. പീസ് എന്ന് വെച്ചാൽ ചെറിയ പേപ്പർ കട്ട് ചെയ്തെടുത്തോളൂ. നിങ്ങൾ പേപ്പർ ഫുള്ള് വേണ്ടല്ലോ, ഒരു മൊബൈലിന്റെ ബാക്കിൽ വെക്കുമ്പോ ഫുൾ പേപ്പർ വേണ്ട, ചെറിയൊരു പേപ്പർ മതി. ഓക്കെ, ആ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക, ഇത്ര എടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ എഴുതി വെക്കേണ്ടത് നമ്പർ എഴുതിക്കോളൂ. നിങ്ങൾ ആദ്യം ഡേറ്റ്, ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് കാശ് വേണ്ടത് എന്ന് ആദ്യം എഴുതണം. ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് കാശ് വേണ്ടത് എന്ന് എഴുതണം. 30/7/2025 ഡേറ്റ് എഴുതുക. ചെറിയൊരു പീസ് പേപ്പർ എടുത്താൽ, വലിയ പേപ്പർ എടുത്താൽ നിൽക്കില്ല. കളറ് പച്ച പേന്, അല്ലെങ്കിൽ പച്ച ഇല്ല കുഴപ്പമില്ല, നീല എടുത്തോളൂ, നോ പ്രോബ്ലം, ഒരു വിഷയമില്ല. പച്ച ഇല്ല നീല ആയാലും കുഴപ്പമില്ല, ഞാൻ പച്ച ഉള്ളതുകൊണ്ട് എടുത്തു. പേപ്പറിന് കളർ ഒന്നും പ്രത്യേകത, വൈറ്റ് എഴുതിക്കോ. നിങ്ങൾ എൻ്റെ എല്ലോ ഉണ്ട്, ഞാൻ എല്ലോ എടുത്തു, നിങ്ങൾ വേറെ ഏത് പേപ്പർ എടുത്തോളൂ, എന്ന് ഒരു കുഴപ്പമില്ല, ഏത് പേപ്പറിന് ഒന്നും കുഴപ്പമില്ല. എഴുതേണ്ട നമ്പർ 8635, 8635 എഴുതിയിട്ട് തീർന്നില്ല, അതിന്റെ അടി വരെ ഇടണം, അടിയിൽ ഒരു വര ഇടണം. എന്നിട്ട് താഴെ 9 എന്ന് നമ്പർ എഴുതണം. ഇങ്ങനെ കാണാലോ അല്ലെ? പച്ച തെളിഞ്ഞ് കാണില്ല. 8635/9, അടിയിൽ 9 എന്ന നമ്പർ എഴുതണം. ഈ നമ്പർ എഴുതിയിട്ട് നിങ്ങൾ എത്ര തുകയാണോ വിചാരിച്ചത് ആ തുക അതിന്റെ താഴെ എഴുതി വെക്കുക.
അതിന്റെ താഴെ ഇനി ഞാൻ കാണിക്കൂല, ഞാൻ എഴുതി വെച്ച് വെച്ചല്ലേ, ഇത് ഞാൻ കാണിക്കൂല. ആദ്യം 8635 എന്ന് എഴുതുക, താഴെ വര ഇട്ടിട്ട് താഴെ ഡിവൈഡഡ് ബൈ എന്ന് എഴുതൂലേ, ഡിവൈഡഡ് ബൈ 9 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എത്ര തുകയാണോ അത്ര തുക അതിന്റെ താഴെ വേറെ സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും താഴെ എഴുതി വെക്കുക. ഇത്രയും കാര്യം ചെയ്താൽ മതി. ആദ്യം ഡേറ്റ്, പിന്നെ 8635 ബൈ 9, ഇനി തുക എഴുതി വെക്കാം. എന്നിട്ട് ഇതിനെ ഫോൾഡ് ചെയ്യുക. 2ആയിട്ടോ 3ആയിട്ടോ നിങ്ങൾക്ക് എവിടെയാണോ വെക്കുന്ന അനുസരിച്ച് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് മൊബൈലിന്റെ കവർ തുറന്ന് കവറിന്റെ ബാക്കിൽ എഴുതി എടുത്തു വെച്ചോളൂ. എന്റെ മൊബൈലിൽ വാൾപേപ്പർ തന്നെ ഇതാട്ടോ. ഇനി എന്തെന്നൊന്നും ഞാൻ അതിനെപ്പറ്റി ഇനി ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്താണ് എഴുതി വെച്ചത് അറിയണമല്ലോ. നമ്മൾ ഒന്നും അറിയാതെ എന്തെങ്കിലും എഴുതി വെച്ച് പോയിട്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്നുകൂടി പറയാം. ഞാൻ ആദ്യം പറഞ്ഞ നമ്പർ 8 എന്ന് പറയുന്നതാണ് അല്ലെ. 8 എന്ന സംഖ്യ വെൽത്തുമായി ബന്ധപ്പെട്ട സംഖ്യയാണ്. വെൽത്ത്, മണി അല്ലെങ്കിൽ അബൻഡൻസ് എന്താണോ വെൽത്തുമായി ബന്ധപ്പെട്ടതാണ് 8 എന്ന് പറയുന്ന സംഖ്യ. അതുകൊണ്ടാണ് 8 ആദ്യം എഴുതിയത്. 8 മണിയെ, വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന നമ്പറാണ് 8. രണ്ടാമത് നമുക്കുണ്ടായിരിക്കേണ്ടത് എപ്പോഴും സ്വസ്ഥത, ബാലൻസിങ്, ഹാർമണി അല്ലെ. കാശുണ്ടാക്കാൻ വേണ്ടി വെപ്രാളപ്പെടുകയും സ്വസ്ഥത ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമുക്ക് പറ്റില്ല. നമുക്ക് സ്വസ്ഥമായി സമാധാനമായിട്ട് വേണം കാശുണ്ടാക്കാൻ. അതുകൊണ്ട് 6 എന്ന സംഖ്യ അവിടെ എഴുതിയത് ഹാർമണി അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവാനാണ്. ഒന്നിനോടും ടെൻഷൻ അടിച്ച് ഓടിപ്പോകാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 6 എന്ന സംഖ്യ എഴുതി വെപ്രാളപ്പെടാതിരിക്കാനാണ് 6 എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ വെപ്രാളം ഇല്ലാത്ത അവസ്ഥ. ഇതാണ് 6. ഇനി 3 എഴുതാൻ പറഞ്ഞപ്പോൾ എന്താണ് 3 എന്ന് പറയുന്നത്? ക്രിയേറ്റിവിറ്റിയുടെ നമ്പറാണ്. ക്രിയേറ്റിവിറ്റി എന്ന വെറുതെ കാശുണ്ടാവുമെന്ന് ആരും ചിന്തിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ പുത്തൻ ഐഡിയകൾ, പുത്തൻ കാര്യങ്ങള്, പുതുചിന്തകളൊക്കെ നമുക്ക് വരികയും അതിലൂടെ നമുക്ക് കാശുണ്ടാവുകയും ചെയ്യും. ആ ഐഡിയ നമുക്ക് ഉണ്ടാവാനാണ് 3 എന്ന സംഖ്യ എഴുതിയിരിക്കുന്നത്. അത് ക്രിയേറ്റിവിറ്റിയാണ്. അല്ലെങ്കിൽ മറ്റു ലളിതമായി പറഞ്ഞാൽ വിവിധമായ മാർഗങ്ങളിലൂടെ നമ്മളിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ലളിതമാണ്. ഏത് മാർഗമൊന്നും നമുക്ക് വേണ്ട. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് വരും. അതെങ്ങനെ കിട്ടും, എവിടുന്ന് ചെയ്യും എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏത് വഴിയിലൂടെ വന്നോളും പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി അവിടെ നടക്കുമെന്നുള്ള 3 കൊണ്ട്. ഇനി 5 എന്ന് പറയുന്നത് എന്താണ്? നമുക്കതിനെ ഏത് സമയത്തും അഡാപ്റ്റബിലിറ്റി എന്ന് പറയും. നമുക്കതിനെ ഒത്തുപോകാൻ പറ്റുന്ന അവസ്ഥ. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ ഒത്തുപോകാൻ പറ്റും നമുക്ക് എന്നുള്ള ഒരവസ്ഥക്കാണ് 5 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെ ഏത് രീതിയിലായാലും നമുക്ക് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള, അതിനോട് ഞാൻ അഡ്ജസ്റ്റബിൾ ആണ്, എനിക്കത് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഞാൻ അഡ്ജസ്റ്റബിൾ ആണ് എന്നുള്ള കൺഫർമേഷൻ കൊടുക്കാനാണ് 5 എന്നുള്ള സംഭവം. ഇനി അതിന് താഴെ ഇതെല്ലാം ഒത്തുചേരുമ്പോൾ എനിക്ക് ഫിനിഷിംഗ് പോയിന്റ്, എൻഡ് പോയിന്റ്, അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷന്റെ കംപ്ലീഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാ എനർജിയും ഒത്തുചേരുന്ന അവസ്ഥ, ടോട്ടൽ കംപ്ലീഷൻ ആണ് 9 എന്ന് പറയുന്ന സംഖ്യ. എല്ലാം ഒത്തു വന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് എന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്തിച്ചേരുന്ന നമ്പറാണ് 9 എന്ന് പറയുന്ന നമ്പർ. ആ 9 കൂടി താഴെ എഴുതുമ്പോൾ പൂർണ്ണമായി. ഇതാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊന്നും നിങ്ങളൊന്നും ആലോചിക്കണമെന്നില്ല. കണ്ണടച്ചോളൂ, എഴുതിക്കോളൂ, വെച്ചോളൂ, സുഖമായി പോയിക്കോളൂ. കിട്ടിയിട്ട് ഇവിടെ വന്ന് പറയുക, ഇത്ര കിട്ടി, ഇത്ര എനിക്ക് കിട്ടി എന്ന് പറയുക. കിട്ടാത്തവർ കിട്ടിയില്ലെന്ന് പറയുക, വീണ്ടും ചെയ്യുക, കിട്ടും, ഉറപ്പാണ്. എവിടുന്ന് കിട്ടുമെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റിയൊക്കെ നിങ്ങൾ വരും, അവിടെ നിന്ന് വന്നു വരുന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതൊന്നും ശൂന്യാകാശത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ആരെങ്കിലും കാശ് തരുന്നല്ല. വിവിധമായ മാർഗങ്ങളിലൂടെ, വിവിധമായ വ്യക്തികളുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് വരാനുള്ളത് കൃത്യമായി വരും എന്നുള്ളതാണ്. ഇത് കൃത്യമായി പാലിക്കാമല്ലോ. കൂടുതൽ ഞാനിത് പറഞ്ഞു തരേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ ആയോ എല്ലാവർക്കും ഇത്? യെസ്. അപ്പൊ ഈ ടെക്നിക്ക് നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച്, ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു കഴിഞ്ഞു.
ഞാൻ ഇനി ജൂലൈ 30 നിങ്ങൾക്ക് ഇതേ കാര്യം പറയാം. 30 ഞാൻ ഓർമ്മിപ്പിച്ചോളൂ. ഞാൻ എഴുതി വെച്ച തുക, ഞാൻ 2 തുക എഴുതി വെച്ചിട്ടുണ്ട്. UAE ദിറംസും എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ റുപ്പീസും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ത്യയിലും വേണം, ഇവിടെയും വേണം. രണ്ടും എത്ര വരും ഞാൻ അന്ന് പറയാം കേട്ടോ. ഞാൻ എങ്ങനെ വരും എന്നൊക്കെ ഒരു ഐഡിയ എനിക്കില്ല. പക്ഷെ ആ കാശ് വന്നു കഴിഞ്ഞ് ഞാൻ പറയാം, കൃത്യമായി ആ സമയത്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, റെഡി? ഇനി നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സമയം തരാം. ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. പറയാനുള്ള ഹാപ്പി ന്യൂസ് പറയാനുള്ളത് 8635 ഒന്നും കൂടി എന്തിനാ ക്ലിയർ ആക്കണം മാം? 8635, 8 എന്ന് പറയുന്ന സംഖ്യ വെൽത്തിനെ പറ്റിയിട്ടാണ്. 6 എന്ന് പറയുന്ന സംഖ്യ ബാലൻസിനെ പറ്റിയിട്ടാണ്. ബാലൻസിങ് ആണ്, അല്ലെങ്കിൽ ഹാർമണിയാണ്. സ്വസ്ഥമായി സമാധാനമായിട്ട് നമ്മളിൽ വരുന്നതിനെ 6 എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്രിയേറ്റിവിറ്റി നമുക്ക് വിവിധമായ മാർഗങ്ങളിലൂടെ, വ്യത്യസ്തമായ വ്യക്തികളിലൂടെ, സന്ദർഭങ്ങളിലൂടെ അത് നമ്മളിലേക്ക് വരുന്നു എന്നാണ് ക്രിയേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 എന്ന് പറയുന്ന സാധനം നമ്മൾ ടേക്കിംഗ് റിസ്ക് ആണ് 5 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി, അതുമായി ചേർന്ന് പോകാൻ നമുക്ക് പറ്റുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാവുന്നു എന്നതാണ് 5 എന്ന് പറയുന്നത്. 9 എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും അടിസ്ഥാന തത്വം, അല്ലെങ്കിൽ എല്ലാം അവസാനം മാനിഫെസ്റ്റേഷൻ നടത്തുന്ന അവസ്ഥയ്ക്കാണ് 9 എന്ന് പറയുന്നത്. ഇത് സംഖ്യാശാസ്ത്രമാണ്, പറഞ്ഞൊന്നുമില്ല. അതിനുള്ള ഓരോന്നിനും യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയ നമ്പറാണ്. ഇനി ആർക്കെങ്കിലും ഹാപ്പി ന്യൂസ് ഉണ്ടെങ്കിൽ ഹാപ്പി ന്യൂസ് സംസാരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡൗട്ടുകളുണ്ട് ചോദിക്കാം. താങ്ക് യു ആൾ. ഇത് ഇത്രയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, യെസ്. ഞാൻ പറഞ്ഞോട്ടെ സാർ. നമ്മുടെ സ്വാമിജി നാട്ടില് വന്നിട്ടുണ്ട്, കായംകുളത്തുണ്ട്. മാഡം, ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതേ പബ്ലിക് മീറ്റിംഗിൽ തന്നെ അത് പറയണമെന്ന് എന്താ നിർബന്ധത്? മറ്റേ ഇനിയിപ്പോ മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്, നമുക്ക് രാവിലെ യോഗ ക്ലാസ് ഉണ്ട്. ആ സമയത്ത് ഒരു മിനിറ്റ് സംസാരിച്ചൂടെ? ശരി സാർ, നാളെ സംസാരിക്കാം. ഓക്കെ, പറഞ്ഞോളൂ. നമസ്കാരം സാർ. പറയൂ. അഫർമേഷൻ പറയാനുണ്ടോ? വേണ്ട, ഒന്നും വേണ്ട. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് അഫർമേഷൻസ് ഒന്നുമില്ല. സാർ, എനിക്ക് നാളേക്ക് ഒരു എമൗണ്ട് വേണം, ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരു എമൗണ്ട് വേണം വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്? അത് നാളത്തെ എഴുതിക്കോ, നാളത്തെ കഴിഞ്ഞിട്ട് വീണ്ടും മറ്റന്നാൾ വീണ്ടും എഴുതിക്കോ. ഓക്കെ ഓക്കെ. സാർ, അബിതയാണ്. മോന്റെ മിസ്സായ കല്ല് കിട്ടി സാർ. ഭയങ്കര അത്ഭുതമാണ് സംഭവിച്ചത്. മോൻ വ്യാഴാഴ്ച എറണാകുളം പോയി ഇന്റർവ്യൂവിന്. വ്യാഴാഴ്ച പോയി അവൻ തിരിച്ചു വന്നപ്പോഴാണ് അവൻ അത് മിസ്സായി പോയത്. വെള്ളിയാഴ്ച അവൻ ഇന്റർവ്യൂവിന് പോവാൻ നോക്കുമ്പോ അത് കാണാനില്ല. എന്നിട്ട് അവൻ എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു, അമ്മ അത് കാണാനില്ല എന്നുള്ളത്. എന്നിട്ട് അവൻ വെള്ളിയാഴ്ച ഇന്റർവ്യൂവിന് പോയി, അത് കഴിഞ്ഞു വന്നു. അപ്പോ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ടാ പോയത്. ലോക്ക് ചെയ്ത് ക്യാഷൊക്കെ അടച്ചിട്ട് പോയി. എന്താ വെച്ചാൽ ശനി ഞായറും ലീവാണ്. അപ്പൊ അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ട് തിങ്കളാഴ്ച പിന്നെ ഇന്റർവ്യൂവിന് പോയി അവിടുന്ന്. അപ്പൊ അവിടെ പോയപ്പോ ക്യാപ്റ്റൻ തിരക്കിലായിരുന്നു, അന്ന് നടന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു, റൂമിലേക്ക് തന്നെ വീണ്ടും പോയി റൂം എടുക്കാൻ വേണ്ടി. എല്ലാ റൂമും ഹൗസ്ഫുള്ളായിരുന്നു. ഇവൻ ആദ്യം എടുത്തിരുന്ന റൂം മാത്രം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പൊ അവന് ആ റൂം തന്നെ കിട്ടി. ആ റൂം തുറന്നതും അവൻ ആ കല്ലാണ് കണ്ടത്. അവൻ എല്ലാം അവിടെ തെരഞ്ഞതാണ് സംഭവം. പക്ഷെ അവന് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു, എന്താ അവിടെ സംഭവിച്ചതെന്ന് അവനറിയില്ല പറയാണ്. അങ്ങനെ ആ കല്ല് കിട്ടി. താങ്ക് യു സാർ, താങ്ക് യു. എന്താ എനിക്ക് പറയേണ്ടത് തന്നെ അറിയില്ല. അത്ഭുതം. പിന്നെ ജോലിയും കിട്ടും സാറ്, ഭയങ്കര അത്ഭുതം. അവിടെ ചെന്നപ്പോ ക്രൂ മാനേജര് അവനെ അറിയ പോലുമില്ല. പക്ഷെ ഭയങ്കര സ്വീകരണമാണ് കിട്ടിയത് അവന്. എക്സാം എഴുതി സാർ, 100-ൽ 100 മാർക്കാണ് അവന്. ക്യാപ്റ്റൻ ഇന്റർവ്യൂ ചെയ്തു, ഭയങ്കര ഇഷ്ടപ്പെട്ടു സാർക്ക്. നീ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ആയ ഒരു കുട്ടിക്ക് നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. നീ എന്തുകൊണ്ട് ഇത്ര കാലം എക്സാം എഴുതിയില്ല? സാറ് പറഞ്ഞതിനെല്ലാം, ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞു. അപ്പൊ നീ മിടുക്കനാണ് മോനെ. നീ ഞങ്ങളുടെ കമ്പനി റൂൾസ് പ്രകാരം സൈറ്റിൽ പോയിട്ട് നീ എക്സാം എഴുതണം. നീ അങ്ങനെ ആയാലാണ് ഞങ്ങളുടെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മോനെ 1.5 മാസത്തിന്റെ ഉള്ള എക്സാം ഉണ്ട്. ഞാൻ തന്നെയാണ് പേപ്പറൊക്കെ നോക്കുക. അപ്പൊ നീ എന്തായാലും പോ. എന്നിട്ട് അവിടെ ഉള്ള ക്രൂ മാനേജറുടെ നമ്പർ മോന് കൊടുത്തിട്ടുണ്ട്. നീ എന്തായാലും എക്സാം എഴുതണം. നീ എല്ലാതും വെള്ളം പോലെ പഠിച്ച്, ഇങ്ങനെ ഒരു കുട്ടീനെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്നാ പറഞ്ഞത് സാറ്. ഭയങ്കര സന്തോഷം സാറ്. പിന്നെ ഞാൻ എപ്പോഴും ആ IR5 സിറ്റുവേഷൻ അത് ഞാനിപ്പോ നമശിവായ ചെല്ലുന്നതിന്റെ ഒപ്പം 108 പ്രാവശ്യം ഞാൻ ചൊല്ലുന്നുണ്ട്.
സാർ എന്തായാലും സാർ എന്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമായി. അത്രയും എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. അതുപോലെ മോ ഉം, മോള് ജൂലൈ 2-ാം തീയതി ജോയിൻ ചെയ്യാൻ പോവാണ്. ഇന്നലെ സാറായിട്ട് സംസാരിക്കാൻ വെച്ചിട്ട് മോള് നിന്നു. അപ്പൊ സാർക്ക് പനിയായിരുന്നല്ലോ. ഇപ്പൊ നാളെ മോളേനെ എറണാകുളം കൊണ്ടുപോയി ആക്കുകയാണ്. പിന്നെ ഇപ്പൊ ഇത്രയും കാലം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലത്തെ MD ഇവരൊക്കെ ഇന്നലെ സെൻഡ് ഓഫ് ആയിരുന്നു. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പറഞ്ഞു ഇങ്ങനത്തെ ഒരു മോളെ കിട്ടാൻ അമ്മ ഭാഗ്യം ചെയ്യണം. അതൊക്കെ എനിക്ക് കേട്ടപ്പോ ഭയങ്കര അഭിമാനമായി. ഇങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെയല്ലോ. അപ്പൊ ഈ അവസ്ഥയിൽ എല്ലാം കേട്ടപ്പോ ഞാൻ പരിപൂർണ തൃപ്തിയായി. എനിക്ക് എന്താ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല സാറേ. അത്രയും നല്ലൊരു സന്തോഷം. പോകുന്ന വഴിക്ക് താങ്ക് യു സാർ. അരുണിനോടൊന്ന് നാളെ എന്നെ വിളിക്കാൻ പറഞ്ഞു കേട്ടോ. പറയാ സാർ, പറയാ. സാറ് മോളേനെ അനുഗ്രഹിക്കണം. ഞങ്ങക്ക് വേറെ ആരുമില്ല. അല്ല, സാറും പോകുന്ന സാറിന്റെ വഴിക്ക് ഫാമിലി തന്നെയാണ്. അരുണിന്റെ കൂടെയല്ലേ അവള് പോണ്? അതെ അരുണും അരുണിന്റെ ഫ്രണ്ട്സ് ഉണ്ട് 2 പേര്. ഒന്ന് വിളിച്ചോ, ആ ഒന്ന് വിളിച്ചോ, ആ സംസാരിക്കാം. ആ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല സാറേ. ഞാൻ വിളിച്ചോളാം. എന്റെ മിസ് കോൾ മൊബൈലിൽ അടിക്കാൻ പറഞ്ഞാൽ ഞാൻ വിളിക്കാം. മോള് ഇന്ന് നേരത്തെ ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നേ. അപ്പൊ പോയിരിക്കുകയാണ്. അവര് പുതിയ ഒരു പ്രൊജക്റ്റ് ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അത് മോളാണ് അതിന്റെ ഹെഡ്. പെട്ടെന്നല്ലേ ഈ ജോലി ശരിയായത്. അപ്പൊ അതൊക്കെ പേപ്പേഴ്സിൽ ഒപ്പിടാൻ വേണ്ടിട്ട് പോയിരിക്കുകയാണ്. ഓക്കെ, സാറ് അനുഗ്രഹിക്കണം മോളേനെ എന്തായാലും. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ശരി, താങ്ക് യു. ഇനി ഞാൻ സംസാരിക്കാനുണ്ടോ? പറഞ്ഞോ. ഞാൻ പറഞ്ഞോട്ടെ സാർ, പറഞ്ഞോട്ടെ പറ. സാർ. എനിക്ക് ഇപ്പൊ നമ്മൾ സാർ പറഞ്ഞ അത്ര ഡൗട്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഞാൻ എഴുതാൻ താമസിച്ചു പോയി. ഞാൻ പേപ്പർ കയറി വന്നപ്പോഴത്തേക്ക് സമയമായി. ഈ ആദ്യം 863 അത് താഴെയാണ് സാർ. ഈ നാളെ യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി. യൂട്യൂബിൽ ഇടുവോ സാർ? ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ കണ്ടോളാം. ഓക്കെ, വേറെ സംസാരിക്കാനുണ്ടോ? ജോലി സംബന്ധമായിട്ട് ഒരു അസീന കാര്യം പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്. എന്നും ജോലി സ്ഥലത്ത് ജോലി ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഇല്ല. അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യാൻ. എന്തില്ല? ജോലി സ്ഥലത്തെ എല്ലാവർക്കും പണിയുണ്ട്, എനിക്ക് മാത്രം അതിൽ ഉൾപ്പെട്ട് എനിക്ക് മാത്രം പണി കിട്ടണില്ല. അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് അറിയാനാണ്. അതെന്ത് പറ്റി അസീന അങ്ങനെ? അങ്ങനെന്ന് വെച്ചാല് 5-6 മാസം മുമ്പൊക്കെ എനിക്ക് സ്ഥിരം വർക്ക് ഉണ്ടായിരുന്നാണ്. അപ്പൊ അതിലുള്ള ചില അംഗങ്ങൾ കാരണം അങ്ങനെ സംഭവിക്കുന്നതാണ്. എന്താ പുതിയ മേഡങ്ങളൊക്കെ വരുന്നത് അഗ്രോ സർവീസ് സെന്ററിലാണ്. അഗ്രോ സർവീസ് സെന്ററിൽ നിങ്ങൾക്ക് മാത്രം വർക്കില്ല? വർക്ക് എന്ന് വെച്ചാല് 6 മാസങ്ങൾക്ക് മുമ്പ് സ്ഥിരം വർക്ക് ഉണ്ടായിരുന്നാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകത കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയും എടുക്കണതാണ്. പുതിയ മേഡങ്ങൾ വന്നപ്പോ അവരിഷ്ടത്തിന് നിന്നു. അങ്ങനെയാണ് വർക്ക് കുറഞ്ഞത്. അഗ്രോ സർവീസ് എന്താ ചെയ്യുന്നത്? അവർ കൃഷിയുണ്ട്, പിന്നെ സെയിൽസും ഇതൊക്കെ ഉണ്ട്. സെയിൽസിലാണ് ഇരുന്നിരുന്നത്. ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഈ അഗ്രോ സർവീസ്? ചെടികള് വളം അങ്ങനൊക്കെ വിൽക്കണ ഒരു സ്ഥാപനം. പിന്നെ പുറം വർക്കുണ്ട് അതില്. അപ്പൊ ഞാൻ സെയിലിലാണ് സ്ഥിരമായിട്ട് നിന്നിരുന്നത്. അപ്പൊ അതിലുള്ള ഒരാള് ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാറ്റി. അപ്പൊ പുതിയ മേഡായത് കൊണ്ട് അത് സമ്മതിച്ചു. 2 മാസത്തിന് മാറ്റിയാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ 5-6 മാസം കഴിഞ്ഞു. ഇപ്പൊ വർക്ക് തുടർച്ചയായിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരവസ്ഥയിലാണ്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും. ഇതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വരെ ഒരു 101 തവണ IR5 ദി സിറ്റുവേഷൻ എന്ന് പറയണം. എണ്ണി പറയണമെന്നില്ല, ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. IR5 ദി സിറ്റുവേഷൻ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒന്ന് പറഞ്ഞ് IR5 സിറ്റുവേഷൻ. അത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് വരെ സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നോക്കാം നമുക്ക്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് എന്നോട് പറയണേ. കഴിഞ്ഞ ഈ ആഴ്ച 2 ദിവസം മാത്രം വർക്ക് ഉണ്ടായി. കഴിഞ്ഞു, മനസ്സിലായി. ഈ ഒരാഴ്ച, ഇതിന് വരുന്ന ഒരാഴ്ച നിങ്ങൾക്ക് 6 ദിവസം വർക്ക് കിട്ടുമെന്ന് നോക്കൂട്ടോ. ഈ ആഴ്ച കഴിഞ്ഞിട്ട് പറയാല്ലേ സാറിനോട്? ഈ ആഴ്ച കഴിഞ്ഞിട്ട് പറയാം.
നോക്കാം, അതിലേക്ക് നമുക്ക് വേറെ നോക്കാം കേട്ടോ വഴി. ശരി, താങ്ക്സ് സാർ. സാറേ ഗുഡ് ഈവനിങ് സാർ. ഇവിടെ ഇരി. സാറേ എനിക്ക് ആ ഹലോ ആ പറഞ്ഞോട്ടെ. രമണി പറഞ്ഞോ രമണി. സാറേ എനിക്ക് ആ കൊച്ചി പ്രോഗ്രാമിന്റെ പിറ്റേ ദിവസം എന്റെ കൈ ഒന്ന് മുറിഞ്ഞു, 3 വിരലും ഇങ്ങനെ മുറിഞ്ഞു. ഒരു വിരലിന് 7, ഒരു വിരലിന് 5, ഒരു വിരലിന് 3 സ്റ്റിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് സ്റ്റിച്ചൊക്കെ ഉണങ്ങി, പക്ഷെ അത് കൈയുടെ മരവിപ്പ് പോയിട്ടില്ല. ഈ കൈ ഇങ്ങനെ വിരല് കുനിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ കാണിച്ചപ്പോ അവര് പറയണ ഒന്നോടെ തുറന്ന് അവര് എന്താ അലാസ്റ്റിക് പോലെ സാധനം പൊട്ടിപ്പോയി, അത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ മാനിഫെസ്റ്റിന് എഴുതുന്നുണ്ട്, അഫർമേഷൻ പറയുന്നുണ്ട്, ഇത് ചെയ്തുകൊണ്ടിരിക്കുക. കൈക്ക് തുമ്പിന് മരയിപ്പാണ്, പിന്നെ കൈ വിരലിങ്ങനെ കൂയാൻ പറ്റുന്നില്ല. ഞാൻ പ്രസീത മാമിനോട് പറഞ്ഞിട്ട് ഒരു മെഡിറ്റേഷൻ എനിക്ക് തന്നു. കൈ മുറിഞ്ഞു എന്നാണ് നിങ്ങൾ പറയണത്, പീസായി എന്ന് പറയണേ? കൈ മുറിഞ്ഞു, ഇങ്ങനെ മുറിഞ്ഞോളൂ, പീസായില്ല, മുറിഞ്ഞു, സ്റ്റിച്ച് ഇടണ്ടേ ഉള്ളൂ. അത് ജോയിൻ 10 ദിവസമായില്ലോ, കുറച്ച് ദിവസം എടുക്കും, 40 ദിവസം എടുക്കൂലേ? 15 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 3 ഒരെണ്ണത്തില് 7 സ്റ്റിച്ച്, ഒരെണ്ണം 5, ഒരെണ്ണം 3 സ്റ്റിച്ചായിരുന്നു. വാഴക്കൊല്ല വെട്ടി ഇപ്പൊ വീണത്, വാഴക്കൊല്ലി കുത്തി. അതിന് മെഡിറ്റേഷൻ കൊണ്ടല്ല ഗുണം, മെഡിസിൻ തന്നെ വേണം അതിന്. ആ മെഡിസിൻ ആശുപത്രി പോയി ചെയ്തു, സ്റ്റിച്ചൊക്കെ ഇട്ട് എല്ലാം ക്ലീൻ, മുറിവൊക്കെ ഉണങ്ങി. പക്ഷെ മരയിപ്പ് പോണില്ല സാറേ. മരവിപ്പ് കുറച്ച് ദിവസം ഉണ്ടാവും, 40-45 ദിവസം കൊണ്ട് ഉണ്ടാവും. പിന്നെ അതിങ്ങനെ വിരല് ഒന്നുകൂടി ഡോക്ടറെ പോയി കാണൂട്ടോ. ഡോക്ടറെ കണ്ടപ്പോ അവരിങ്ങനെ കണ്ടു, അന്നേരം പറഞ്ഞു ഒന്നോടെ തുറന്നത് ചെയ്താലായിരിക്കും ശരിയാവുള്ളൂരിക്കും എന്ന് പറഞ്ഞു. ഒന്നുകൂടി കണ്ടേക്ക്, വേറെ ഡോക്ടറെ കണ്ടേക്ക്. സാർ ഞാൻ പറയട്ടെ സാർ? ഗുഡ് ഈവനിങ് സാർ, ഞാൻ പറഞ്ഞോട്ടെ. ലിജിയാണ്. ഹലോ സാർ. ലിജി റോഡ് റെഡി ആയോ ലിജി? ഇല്ല സാർ, അവരൊന്നും പറഞ്ഞില്ല. 2-3 പ്രാവശ്യം വന്നു, പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. പറയാൻ വന്ന കാര്യം. മോൻ എന്റെ രണ്ടാമത്തെ ആളാണ് സാർ. അവൻ മറൈൻ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത് ചെന്നൈയില്. അപ്പൊ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് മോന്. എന്താണ്? എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ ഉണ്ട് സാർ. ഞാൻ ആക്ച്വലി ETO കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ ആക്ച്വലി അതിന് വേണ്ടി പ്രിപ്പയറിംഗ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പൊ ഇതിൽ കിട്ടിയാൽ മാത്രമേ മുമ്പോട്ട് നടക്കൂ, ഇല്ലേ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മുംബൈ പോയിട്ടൊന്ന് കറങ്ങേണ്ടി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്റർവ്യൂ കിട്ടണം സാർ. ഞാനൊരു ഡിപ്ലോമ ഹോൾഡർ ആണ്. അപ്പോ ഒരു ബിടെക് സ്റ്റുഡന്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പ്ലേസ്മെന്റ് കിട്ടും. ബട്ട് ഞാൻ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ കോഴ്സിന് പോണത്. സോ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പൊ ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പോ ദൈവം സഹിച്ച് ഇപ്പൊ കമ്പനി ഒരെണ്ണം ഞങ്ങൾക്ക് കോളേജ് വൈസ് കിട്ടി. അപ്പൊ നാളെ എനിക്ക് രാവിലെ ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. നാളത്തെ ഇന്റർവ്യൂ നിനക്ക് കിട്ടണം, പ്ലേസ്മെന്റ് കിട്ടണം. എന്നിട്ട് കറങ്ങാൻ പോയാ പോരെ? ഇല്ല, ആ കറക്കമല്ല. ഇൻ കേസ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയാൽ കറങ്ങാൻ പോകൂലേ? കിട്ടിയാ പോകാനോ? കിട്ടിയാ ധൈര്യപൂർവ്വം പോക്കോട്ടോ. ഓക്കെ, നാളെ ധൈര്യപൂർവ്വം എഴുതിട്ട് വാ. എനിക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അവർ നടത്തുന്നത്. എത്ര മണിക്കാ? 9:30. സിറ്റുവേഷൻ ചെയ്തോ, 9 മണിക്ക് റെഡി ആയിരുന്നു. Okay sir, thank you. Thank you. Thank you sir. You're a smart boy, you will get it. Thank you sir, thank you. Okay, കിട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാൻ പോയി. Okay, വെരി ഗുഡ്. Okay. സാറേ എഗ്രിമെന്റ്, കടയുടെ എഗ്രിമെന്റ് ഞാൻ ജൂലൈ 5-ന് എഴുതിക്കോട്ടെ? ജൂലൈ 5 വരെ വെയിറ്റ് ചെയ്യുന്നതിനാ? അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ടാ പറഞ്ഞു. അപ്പം പിന്നെ ജൂലൈ 5 അയാളും ഏകദേശം ഓക്കെയാണ്. എഗ്രി ചെയ്തോ എമൗണ്ട്? ഓ എഗ്രി ചെയ്തു സാർ. ജൂലൈ 5-ന് എഴുതാം അല്ലേ? അന്ന് അദ്ദേഹം ഷോപ്പിന്റെ കീയും ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. ജൂലൈ 5-ന് ഒപ്പിടുന്നല്ലേ? ജൂലൈ 5-നല്ലേ എഴുതുന്നത്? അതെ, അത് ഒപ്പിടും. പിന്നെ കീയും അന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 5 വേണ്ട.
ശനിയാഴ്ച സാർ പറഞ്ഞോളൂ. ഞാൻ മെസ്സേജ് അയക്കാം, പിന്നെ ഓക്കെ പിന്നെ സാർ, താങ്ക് യു. വാട്സപ്പിൽ അയച്ചാൽ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. പക്ഷെ മറക്കണ്ട, നിങ്ങള് പഴയ പരിപാടിയും കൊണ്ട് നിക്കണ്ട കേട്ടോ. ഓക്കെ സാറേ, ഈ മാസം എത്ര ഹലോ. ലാഭം കിട്ടി, എത്ര കച്ചവടം ചെയ്തു എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി കിട്ടണം. തപ്പി തടഞ്ഞു കഴിഞ്ഞാൽ ചെവി ഞാൻ ഇല്ല. പൊന്നാ. ഓക്കെ സാർ. ഓക്കെ, മറ്റേടാ സാറേ സാറേ ഞാൻ പറഞ്ഞോട്ടെ? സാറേ സാർ ഞാനൊന്ന് പറയട്ടെ. സാറേ സാറേ ഗീത പറഞ്ഞോ ആദ്യം. സാറേ ഞാൻ പറയട്ടെ? പേടിപ്പിക്കല്ലേ, പറ. സാറേ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് സാറേ ഈ ക്ലാസ്സിന് ചേരുന്നത്. ആദ്യമായിട്ട് ഞാൻ ചേർന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച. അന്നേരം പ്രസിദ്ധ മാമിനെ വിളിച്ച് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്റെ മോക്ക് എൻഗേജ്മെന്റ് ആണ് ജൂലൈ. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്, പറ, പെട്ടെന്ന് പറ. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്റെ മോക്ക് എൻഗേജ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി. എന്നിട്ട് അപ്പൊ ഞാൻ എഴുതി വെച്ചു എനിക്ക് പൈസ വേണം, 1 ലക്ഷം രൂപയാണ് ഞാൻ എഴുതി വെച്ചത്. കിട്ടി, നന്ദി നന്ദി എന്നും പറഞ്ഞിട്ട് എഴുതി. നാളെ എനിക്ക് 1 ലക്ഷം രൂപ വേണം, കിട്ടി, നന്ദി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. പിറ്റേ ദിവസം എന്റെ ഫോണില് മെസ്സേജ് വന്നു, ചേച്ചിക്ക് പിന്നെ ഒരു പൈസ ഞാൻ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ എന്റെ അക്കൗണ്ടിൽ വന്നു പിറ്റേ ദിവസം. ഞാൻ ഒരു ദിവസം ആദ്യമായിട്ടാ ക്ലാസ്സിൽ കയറിയത് സാറേ. ഒരുപാട് നന്ദിയുണ്ട് സാറേ കിട്ടിയതിന്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, സമയം കഴിഞ്ഞു. നമുക്ക് വേറെ മെഡിറ്റേഷൻ ഉണ്ട്, ഇത് നാളെ കാണാം കേട്ടോ. താങ്ക് യു. നാളെ അല്ല, മറ്റന്നാൾ കാണാം. എവിടെയാ? സാറ് പെട്ടെന്നൊന്ന് പറയട്ടെ സാറേ. പെട്ടെന്ന് പറയാം. എന്തിനാ ഈ ഗീത അൺമ്യൂട്ട് ചെയ്യുന്നത്? ആരാ പറയാനല്ലേ പെട്ടെന്ന്? സാർ ഞാൻ ശ്വേതയാണേ. പറ ശ്വേത. ശ്വേത, ഞാൻ കട ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് കുറച്ച് ബിസിനസ് വരണം കടയിലേക്ക്. ഒന്നത്. പിന്നെ സാറേ ഞാൻ ഹൗസിംഗ് ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് 48 മണിക്കൂറോട് സാങ്ഷൻ ആവുമെന്ന് പറഞ്ഞിട്ട് മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക്. പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. അപ്പൊ അത് മാഡം സാർ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തു തരാമോ? നമ്മൾ ഒരുപാട് ടെക്നിക്കുകളോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ ഒരു ടെക്നിക്ക് യൂട്യൂബിൽ കുറേ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പ്രയോഗിച്ചോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും കടയിൽ ഇരിക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ട് സാറേ. അപ്പൊ പിന്നെ ഉറപ്പല്ലേ, അതിൽ ഏതൊക്കെ ഒരു ടെക്നിക്ക് എടുത്ത് ഉപയോഗിച്ചോ, വർക്ക് ചെയ്യും കേട്ടോ. ഇപ്പൊ ഇന്ന് പറഞ്ഞ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചോ, നാളെ കിട്ടുമല്ലോ. താങ്ക് യു. ഓക്കെ, ശരിയാ. താങ്ക് യു ഓൾ. താങ്ക് യു.